നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആകെപ്പാടെ വിശന്നിട്ട് കുടല് കത്തിയ ഒരു അവസ്ഥയെ സുതി നിൽക്കുകയാണ്. അപ്പോഴേക്കാണ് നല്ല ബിരിയാണിയുടെ മണം വരുന്നത്. ബിരിയാണിയുടെ മണം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് സുതിക്ക് ഇരിക്കാൻ പറ്റാതെ സുതി പെട്ടെന്ന് മുറിയുന്ന വെളിയിലേക്ക് ചാടുവാണ്. അങ്ങനെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ സച്ചി ഒരു പാത്രം നിറയെ ബിരിയാണിയൊക്കെ ആയിട്ട് വരുന്നു. സുതിക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് രേവതിയോട് വന്നിട്ട് പറഞ്ഞു, രേവതി ഇതേ ഇവിടെ ഇരിക്കുന്ന ടേബിളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റാൻ പറയണം. അപ്പൊ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി രേവതി എല്ലാം ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. രേവതിയോട് സച്ചേട്ടൻ എന്ത് വർത്താനാ പറയണേ? അതെ, ഞാൻ ഇത്ര കാര്യമായിട്ട് ഉച്ചയ്ക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ സച്ചേട്ടന് പുറത്തുനിന്ന് ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കണം. ആര് പറഞ്ഞു പുറത്തുനിന്ന് ബിരിയാണി വാങ്ങിച്ചെന്ന്? ഇതേ നേർച്ചയാന്ന് പറയണം. നേർച്ചയോ? ബിരിയാണി നേർച്ചയോ? അങ്ങനെ ഒരു സംഭവം ഞാൻ ഇതിലായിട്ടും കേട്ടിട്ടില്ലോ എന്ന് പറയണം. ക്ഷേത്രങ്ങളിലൊന്നും ബിരിയാണി എന്താളും നേർച്ചയായിട്ട് കൊടുക്കില്ല എന്ന് പറയാം. ക്ഷേത്രത്തിൽ നിന്നല്ല, പിന്നെയോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മുഹമ്മദ്, അവന്റെ വീട്ടിൽ നിന്നാന്ന് പറയണം. അവർക്ക് ഈ നോയമ്പ് കാലത്ത് ഇങ്ങനെ ബിരിയാണിയൊക്കെ കൊടുക്കണമെന്നുണ്ട്, അതുകൊണ്ടാന്ന് പറയണം. ഇത് കേട്ട് രേവതി ഓർത്തു, അങ്ങനെ എന്തേലും ആണോ? രേവതിയുടെ മനസ്സിൽ ചില സംശയങ്ങള്. പിന്നീട് രേവതി എന്ത് ചെയ്യണം, ഡൈനിങ് ടേബിളിൽ ഇരുന്ന ബാക്കി കറികളെല്ലാം മാറ്റുവാണ്. പിന്നീട് സച്ചു പറഞ്ഞു, നീ ഇതെല്ലാം കൊണ്ട് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കുക, വൈകുന്നേരം അതൊക്കെ കഴിക്കാലോ, ഇപ്പൊ തൽക്കാലത്തേക്ക് ഉച്ചയ്ക്ക് നമുക്ക് ഈ നേർച്ച കഴിക്കാന്ന് പറയണം. അങ്ങനെ സച്ചു തന്നെ പോയി എന്ത് ചെയ്യണം, കുറച്ച് ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നു. ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ചിട്ട് ബിരിയാണി അതിലേക്ക് കൊട്ടിയിടുവാണ്. സർലാസ്, അച്ചാറ്, ചിക്കൻ എല്ലാം ഉണ്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുധിയുടെ കണ്ണ് തള്ളിപ്പോയി. രേവതി ചോദിച്ചു, ഇതെന്താ സച്ചേട്ട് ഇത്രയും ബിരിയാണി നമുക്ക് ഇത്രയും വേണോന്ന് ചോദിക്കണം. അതെ, എന്റെ അച്ചമ്മ പറഞ്ഞിട്ടുണ്ട് കൊടുത്ത് കഴിക്കണോന്ന്, എങ്ങനെയാണെങ്കിലും നമുക്ക് ദഹിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, എല്ലാവർക്കും ഉള്ളതാ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നേന്ന് പറയണം. അപ്പോഴേക്കും സുധി അങ്ങോട്ട് വന്ന് സുധി ഇങ്ങനെ ഒന്ന് നോക്കി നിൽക്കുകയാണ്. സുധിയോട് പറഞ്ഞു, എടാ എല്ലാരും പോയി വിളിച്ചുകൊണ്ട് വരാൻ പറയണം. സുധി ഭയങ്കര സന്തോഷത്തോടെ അകത്തേക്ക് എന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു, അതെ സച്ചി ബിരിയാണി കൊണ്ടിട്ടുണ്ട്, കഴിക്കാൻ വരാൻ പറയണം. ശ്രുതി ചോദിച്ചു, ഇതെന്നാ സുധി? സുധി നേരത്തെ ബിരിയാണി കാണാതെ കിടക്കുവാണെന്ന് ചോദിക്കും. അല്ല, നല്ല മണമൊക്കെ ഉണ്ട്, നല്ല ബിരിയാണിയാ, നേർച്ചയാന്നാ പറഞ്ഞെന്ന് പറയണം. ഈ സമയം ചന്ദ്രമതി ഒന്നും മിണ്ടായിരിക്കുകയാണ്. ചന്ദ്രമതിയുടെ അടുത്ത് ശ്രുതി പറഞ്ഞു, അല്ലമ്മേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഫുഡ് കഴിക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ? ഇത്തിരിയെങ്കിലും കഴിച്ചില്ലെങ്കിലേ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അറിയാം, അൾസർ ഉണ്ടാവും, കിഡ്നി സ്റ്റോൺ ഉണ്ടാവും എന്നൊക്കെയല്ലേ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇത്തിരി കഴിച്ചാലോ എന്ന് ചോദിക്കണം. എനിക്ക് വേണ്ട, നിങ്ങൾ വേണേ പോയി കഴിച്ചോളാൻ പറയണം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. ശ്രുതി പറഞ്ഞു, എന്നാ ബാ ശ്രുതി നമുക്ക് പോകാന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയം രവീന്ദ്രൻ ആണെങ്കിലോ കഴിക്കാൻ തയ്യാറാതിരിക്കുക. രവീന്ദ്രനോട് സച്ചു പറഞ്ഞു, അച്ഛൻ വരാൻ പറയണം, എനിക്ക് വേണ്ടാന്ന് പറയണം. അച്ഛൻ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, അച്ഛൻ വന്നിരിക്കുക, അമ്മേനെ ഞാൻ ഇവിടെ എത്തിച്ചോളാന്ന് പറയണം. അച്ഛൻ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അമ്മ വരത്തില്ല എന്ന് പറയണം. അവസാനം സച്ചു ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദേ അച്ഛനും വന്നിരുന്നു എന്നൊക്കെ പറയണം. അങ്ങനെ രവീന്ദ്രൻ വന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയും കൂടെ അവരും കൂടെ അങ്ങോട്ട് വന്നിരിക്കാൻ വരുവാണ്. പിന്നീട് രവീന്ദ്രന്റെ അടുത്ത് ശ്രുതി ഇരിക്കാൻ തുടങ്ങിയപ്പോൾ സച്ചു പറഞ്ഞു, ദേ അവിടെ ഇരിക്കേണ്ട, നീ അപ്പുറത്തെ കസേരയിലേക്ക് മാറിയിരിക്കുക, കാരണം അത് ചന്ദ്രമതിക്കായിട്ട് വെച്ചിരിക്കുന്ന സീറ്റാണത്. പിന്നീട് രേവതിയോട്, നീ എന്ത് നോക്കിയിരിക്കുക, നീ ഇരിക്കണില്ല എന്ന് ചോദിക്കാം. അത് പിന്നെ ഞാനിരുന്നോളാം. ഈ സമയം രവീന്ദ്രൻ ചന്ദ്രമതിനെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ ചന്ദ്രേ, നീ വന്ന് കഴിക്കാൻ വരുന്നുണ്ടോന്ന് ചോദിക്കും. എനിക്കെങ്ങും വേണ്ടാന്ന് പറയണം. ഓ വേണ്ടേ, വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾ കഴിച്ചോളാന്ന് പറയണം. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നല്ല ബിരിയാണിയുടെ മണം വരുന്നുണ്ട്, പക്ഷെ ഇരുന്നിട്ടിരിക്കാൻ പറ്റില്ല. ചന്ദ്രമതി 1-2 സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ പതുക്കെ റൂമിന് വെളിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വന്ന് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, ഞങ്ങൾ കഴിക്കുക, നീ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം സച്ചി പറഞ്ഞു, അച്ഛാ ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ടെന്ന് പറയണേ. എന്താ? ഞാൻ പറഞ്ഞില്ലേ നേർച്ച ബിരിയാണിയാന്ന്. അതുകൊണ്ട് എന്താണെന്നറിയാവോ, ഈ ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിണങ്ങി മാറിയിരിക്കുന്നവരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ബിരിയാണിക്ക് സാധിക്കും എന്ന് പറയണം. അങ്ങനെയാണെന്ന് നിൽക്കും. അതേന്ന് പറയണം. എന്നിട്ട് രവീന്ദ്രൻ ഒന്ന് കണ്ണടച്ച് കാണിക്കുകയാണ്. രവീന്ദ്രന്റെ കാര്യം മനസ്സിലായി, ചന്ദ്രമതിക്കിട്ട് പണി കൊടുക്കുന്നതാന്നുള്ള കാര്യം. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു, ആഹാ അങ്ങനെയാണ്, നല്ല കാര്യമാണല്ലോ എന്ന് പറയും. ഇത് കഴിച്ചിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചാൽ മതി, അത് നടക്കും എന്നൊക്കെ പറയണേ. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം, ചിലപ്പോൾ പിണങ്ങിപ്പോയിരിക്കുന്നവരൊക്കെ തിരികെ വന്നാലോ. പക്ഷേ ശ്രീകാന്തിനെയാണ് ഉദ്ദേശിച്ചത്. അത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതിയുടെ ഉള്ളൊന്ന് പടഞ്ഞു. ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുന്നപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ഇതേ ചന്ദ്രേ, നീ വന്നിരുന്ന് ബിരിയാണി കഴിച്ചിട്ട് നിന്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെ പറഞ്ഞു കേട്ടോ. പിണങ്ങി പിരിഞ്ഞിരിക്കുന്ന ഇനിയിപ്പം നിന്റെ മക്കൾ ശ്രീകാന്തും വർഷം ഇങ്ങോട്ട് തിരികെ വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ബിരിയാണി കഴിച്ചു കഴിയുമ്പോൾ ആഗ്രഹിച്ചാൽ മതി, അവരിങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറയണം. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ചന്ദ്രമതി പിന്നീട് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് വന്ന് ഇരുന്നിട്ട് പറഞ്ഞു, പിന്നെ എൻ്റെ ശ്രീകാന്തും വർഷം വരാൻ വേണ്ടി മാത്രം ഞാൻ ഈ ബിരിയാണി കഴിക്കണം എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, ഇത്തിരി കഴിച്ചാൽ പോരാ, മുഴുവൻ കഴിച്ചാൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ബലം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയണം. ഈ സമയം സുധി എന്ത് ചെയ്യാണ്, കൊതി മൂത്ത് ബിരിയാണി പെട്ടെന്ന് എടുത്ത് കഴിക്കണം. രവീന്ദ്രൻ പറഞ്ഞു, എല്ലാവരും കൂടെ വന്നിട്ട് കഴിക്കാൻ തുടങ്ങിയാൽ പോരായെന്ന സുധീന്ന് ചോദിക്കണം. അത് പിന്നെ നല്ല രുചിയുണ്ട്, എന്നാലും ഈ ബിരിയാണി അവർ എവിടെയായിരുന്നു ഉണ്ടാക്കിയേക്കുന്നത്,
ആരുണ്ടാക്കിയതാന്നൊക്കെ പറയണം. സച്ചി പറഞ്ഞു, ഇതൊക്കെ പുറത്തുനിന്ന് ഷെഫുമാരെ വിളിച്ച് അവര് തയ്യാറാക്കിയ ബിരിയാണിയാന്ന് പറയണം. പുറത്തുനിന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പെട്ടെന്ന് ശ്രുതിയുടെ നേർക്ക് തിരിഞ്ഞു. ശ്രുതിയോട് ചോദിച്ചു, അല്ല പുറത്തുനിന്ന് പറഞ്ഞപ്പോഴത്തെ നിന്റെ അച്ഛൻ മലേഷ്യന്ന് ഫ്ലൈറ്റ് എന്ന് വന്ന് ഇറങ്ങിയില്ലെന്ന് ചോദിക്കണം. ശ്രുതി ഞെട്ടിപ്പോയി. ഇത്ര സമയം ശ്രുതി ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ചു വന്നു. കാരണം എന്തേലുമൊക്കെ തരികട പറഞ്ഞ് ചന്ദ്രമതിനെ മാറ്റി നിർത്തുമായിരുന്നു. പക്ഷെ ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞു. ഇനിയിപ്പൊ എന്താ പറയേണ്ടെന്ന് നിർത്തില്ല. ശ്രുതി പറഞ്ഞു, അല്ല അത് പിന്നെ അമ്മേ ഞാൻ രവീന്ദ്രൻ ചോദിച്ചു, അത് ശരിയായിട്ടുള്ള കാര്യമാണല്ലോ. താലി കോർക്ക ചടങ്ങിന് സമയത്ത് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം സച്ചു പറഞ്ഞു, കൊള്ളാം, നല്ല കളിയായി. ആ ഫ്ലൈറ്റ് മിക്കവാറും ലാൻഡ് ചെയ്യുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി ചോദിച്ചു, അതെന്താ സച്ചേട്ടാ അങ്ങനെ? ആ ഫ്ലൈറ്റ് അങ്ങനെയാണ്, അതിന്റെ പ്രത്യേകത അങ്ങനെയാന്ന് പറയണം. ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ശ്രുതിയോട് ചോദിച്ചു, അല്ല ശ്രുതി, നിന്റെ അച്ഛൻ എന്താ എതിരായിട്ടും വരാത്തേന്ന് ചോദിക്കുക, അതോ ഇനിയിപ്പോ വല്ലയിടത്തും വല്ല റൂം എടുത്ത് താമസിക്കുകയാണെന്ന് ചോദിക്കുകയാണ്. ശ്രുതി പറഞ്ഞു, മിക്കവാറും അതിന് ചാൻസ് ഉണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ശ്രുതിക്ക് വല്ലാത്തൊരു വിമ്മിഷ്ടം. ബിരിയാണി കഴിച്ചോണ്ടിരുന്ന, പക്ഷെ ആ ബിരിയാണി കഴിക്കാനുള്ള ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോയി. എന്തും മറുപടി പറയണം. ആകെപ്പാടെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ്. നെഞ്ചു പൊട്ടിയിരിക്കണ സമയത്ത് ശ്രുതി പറഞ്ഞു, അല്ല ശ്രുതി മറുപടി ഒന്നും പറഞ്ഞില്ലോ എന്ന് പറയണം. അത് പിന്നെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ആന്റി എന്ന് പറയണം. ഫോൺ എടുക്കുന്നില്ലേ? അതെ, ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയെന്നൊക്കെ അറിഞ്ഞു, പക്ഷേങ്കിൽ ഞാൻ വിളിച്ചിട്ട് ഇതായിട്ടും അച്ഛൻ ഫോൺ എടുത്തിട്ടില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി, ഓഹോ നീ എന്താ ആളെ കളിയാക്കുവാണെന്ന് ചോദിക്കുക. അല്ല ആന്റി, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണമെന്ന് പറയാണ്. ഈ സമയത്ത് രേവതി ചോദിച്ചു, എന്നാലും ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇത് എവിടെ പോയി? ഇങ്ങോട്ടേക്ക് വരേണ്ടതാണല്ലോ, അല്ലെങ്കിൽ അത് ഫോൺ വിളിക്കുമെങ്കിലും ചെയ്യണ്ടല്ലേ, അതിൻ്റെ മര്യാദ കാണിക്കണ്ടല്ലേ, പിന്നെ ഇത് എവിടെ പോയി ശ്രുതി നിന്റെ അച്ഛൻ ചോദിക്കണം. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ആ പാടെ നാണക്കേടായിപ്പോയി. എന്തേലും പറയാൻ പറ്റുമോ? എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്നും മിണ്ടായിരിക്കുന്ന ബുദ്ധി എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം സച്ചിയും വിടാൻ ഭാവമില്ലായിരുന്നു. സച്ചി ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അവസാനം രവീന്ദ്രൻ പറഞ്ഞു, അതെ ഇപ്പൊ തൽക്കാലത്തേക്ക് എല്ലാവർക്കും കൂടെ ഫുഡ് കഴിക്കാം, അതിനുശേഷം മതി ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറയണം. ഫുഡ് കഴിക്കാൻ പറയണം. സച്ചു പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യം, ഇത്തിരി പോലും വേസ്റ്റ് ആക്കരുത്, മുഴുവൻ എല്ലാവരും കഴിക്കണമെന്ന് പറയണം. അങ്ങനെ ചന്ദ്രമതി ശ്രുതി അവരെല്ലാരും കൂടെ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കുന്ന സമയത്ത് ശ്രുതിയുടെ നെഞ്ചിനകത്തൊരു പെടപ്പാ. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മ തന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്കുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ലാവിഷായിട്ട് ശ്രുതി മുറിയിലേക്ക് പോവാണ്. അങ്ങനെ മുറിയിൽ പോയിട്ടൊന്ന് കിടക്കാന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കണ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നേ. ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചായിരുന്നു, മലേഷ്യയിലുള്ള നിന്റെ അച്ഛൻ വന്നിട്ട് എന്ത് ചെയ്യുന്ന? നീ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നെ ഫുഡ് കഴിക്കുവാന്ന് ഓർത്ത് ഞാൻ ഒന്നും പറയായിരുന്ന. അല്ല എന്നെ കണ്ടിട്ട് നിനക്കൊരു കോമാളിയായിട്ട് തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. അതെന്താ ആന്റിയാ അങ്ങനെ പറഞ്ഞേ? പെട്ടെന്ന് ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം പറിച്ചല്ലോ ഒക്കെ. അല്ല ഞാൻ ചോദിച്ചാ എനിക്കറിയത്തില്ലാണ് ചോദിക്കുക. നിന്റെ അച്ഛൻ വരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും കൂടെ എത്തിയിട്ടില്ലോ. നിന്റെ കല്യാണത്തിനോ വന്നില്ല, കല്യാണം കഴിഞ്ഞിട്ടുള്ള ചടങ്ങിന് അതിനും വന്നിട്ടില്ല, താലി കോർക്കൽ ചടങ്ങിനും വന്നിട്ടില്ല. ഇതുവരെയായിട്ട് നിന്നെ ഒരു ഫോൺ വിളിച്ചു പോലും ഞാൻ കണ്ടിട്ടില്ല. സത്യം പറ, നിനക്ക് അങ്ങനെ ഒരു അച്ഛനുണ്ടോ ഇല്ലയോന്നോ എന്ന് ചോദിക്കണം. ഒരു നിമിഷം ശ്രുതി ഞെട്ടിപ്പോയി. ശ്രുതി പറഞ്ഞു, അല്ല അത് പിന്നെ അമ്മേ ഉണ്ടെന്ന് പറയണം. എന്നിട്ട് എന്ത് ചെയ്യടി, എവിടെയെന്ന് ചോദിക്കുകയാണ്. നീ എന്താ മനുഷ്യനെ കളിയാക്കുവാണോ? ഈ താലി കോർക്കൽ ചടങ്ങില് വെച്ചത് തന്നെ എന്തിനാണെന്നറിയോ? നിന്റെ അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ, മലേഷ്യയിൽ നിന്ന് വരുന്ന അച്ഛനെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ നീ പറഞ്ഞു വന്നിട്ടുണ്ടെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ചന്ദ്രനെ പറ്റിക്കാനെങ്ങാനും നിന്റെ ഭാവമെങ്കില് ഈ ചന്ദ്രയുടെ ഒരു മുഖം കണ്ടിട്ടുള്ളൂ നീ. എന്നെ വെറുതെ പറ്റിച്ച് പാലം കിടത്താൻ നീ നോക്കിയിട്ടുണ്ടെങ്കിൽ നീ ഈ വീടിന് പടിക്ക് പുറത്തായിരിക്കും. അങ്ങനെ നീ ചന്ദ്രമതിയുടെ അടുത്ത് ഒരുത്തിയും പറ്റിച്ചിട്ട് കടന്നു കളയാൻ ശ്രമിക്കണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു, അയ്യോ അമ്മ അങ്ങനെയൊന്നുമില്ല, ഞാൻ അമ്മേനെ പറ്റിച്ചിട്ടൊന്നുമില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. നീ കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട, വന്ന കാര്യം കൊണ്ട് ഞാൻ കേൾക്കണ നിന്റെ മലേഷ്യയിലുള്ള അച്ഛനെന്ന്. അല്ലൊന്ന് ഫോൺ വിളിച്ചു പോലും കാണുന്നില്ല. അത് പിന്നെ അച്ഛന് തിരക്ക്. എന്ത് തിരക്ക്? മലേഷ്യ ഭരിക്കുന്ന നിന്റെ അച്ഛനാണോ? അല്ല ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം മോളെ വിളിക്കാനുള്ള സമയം നിന്റെ അച്ഛന് കിട്ടുന്നില്ലേ? അല്ല ഇതുവരെയായിട്ട് നീ അങ്ങോട്ടും വിളിച്ച് കണ്ടിട്ടില്ലോ എന്ന് പറയണം. എന്തോ എവിടെയോ എനിക്കൊരു സംതിങ് റോങ് തോന്നണമെന്ന് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലമ്മേന്ന് പറയണം. പിന്നെ എങ്ങനെയില്ലാന്ന്? ഇത് മര്യാദയാണ് മര്യാദ. ചന്ദ്രമതിയുടെ തനി സ്വരൂപം നീ പുറത്തെടുക്കരുത്. ചന്ദ്രമതിക്ക് ഇതല്ലാതെ മറ്റൊരു മുഖം കൂടി ഉണ്ട്, അറിയാലോ. നിന്നെ ഞാനിവിടെ ഒരു വലിച്ചു കയറും. മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് നിന്റെ അച്ഛനിവിടെ വന്നോണം, അല്ലെങ്കിൽ നിന്റെ സുധിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും. പിന്നെ നിനക്ക് ഇവിടെ സ്ഥാനം ഉണ്ടായിരിക്കില്ല, പടിക്ക് പുറത്തായിരിക്കും സ്ഥാനം. പിന്നെ ഈ ചന്ദ്രമതി ആരാന്നൊക്കെ നീ അറിയാൻ പോകുന്നുള്ളെന്ന് പറയണം. ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല അമ്മേ, എൻ്റെ അച്ഛനും കൂടെ വന്നോളൂ എന്ന് പറയാ. വന്നാല് നിനക്കും നിന്റെ അച്ഛനും കൊള്ളാം, അറിയാലോ. അല്ലെങ്കിൽ പിന്നെ ഈ ചന്ദ്ര ഒരു തീരുമാനം കൂടെ വെക്കും, മോള് വീട്ടിൽ ചെന്ന് നിൽക്കുമെന്ന് പറയണം. അപ്പൊ അങ്ങേർക്ക് മര്യാദയ്ക്ക് വരാറാകും എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി കിടന്ന് ഉറഞ്ഞു തുള്ളുവാണ്. ശ്രുതിക്ക് ഉത്തരം മുട്ടി. കാരണം ആദ്യമായിട്ടാണ് ചന്ദ്രമതിയുടെ ഇങ്ങനെ ഒരു മുഖം കാണുന്നത് തന്നെ.
ഇത്രയും ദിവസം പിടിച്ചു നിന്നു. അവസാനം പെട്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എന്തേലും പ്രയോഗിച്ചാൽ മതിയാവുള്ളൂ. എന്തേലും തന്ത്രം പ്രയോഗിച്ചില്ലെങ്കിൽ തന്റെ കള്ളക്കളികളെല്ലാം പുറത്താവുമെന്ന് മനസ്സിലായി. ഈ സമയം ഫുഡെല്ലാം കഴിച്ച് സച്ചി അകത്തിരിക്കുന്ന സമയത്ത് രേവതി ഒരു ഗ്ലാസ് ജീരകവെള്ളമൊക്കെ ആയിട്ട് വരുവാണ്. എന്നിട്ട് ജീരകവെള്ളം കൊടുത്തിട്ട് പറഞ്ഞു, ഇതേ ഈ ജീരകവെള്ളം കുടിക്കുക, അല്ലെങ്കിലുണ്ടല്ലോ കഴിച്ചൊന്നും ദഹിക്കത്തില്ല എന്ന് പറയണം. അങ്ങനെ ജീരകവെള്ളം കുടിച്ചിട്ട് സച്ചി പറഞ്ഞാ കൊള്ളാം, സൂപ്പറായിട്ടുണ്ടെന്ന് പറയണം. അല്ല സച്ചിയേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അതെ, അതുകൊണ്ടെല്ലാം ടേസ്റ്റുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചെന്ന് പറയണേ. കടയിൽ നിന്ന് വാങ്ങിച്ചെന്നോ? അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുഹമ്മദ് എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട്, അവന്റെ വീട്ടിൽ നിന്ന്. അല്ല, ഇങ്ങനത്തെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ ഇതുവരെയായിട്ടും കേട്ടിട്ടില്ലോ. പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെ നിനക്ക് അറിയാവുന്ന ചോദിക്കും. ഒരുമാതിരിപ്പെട്ട എല്ലാവരും എനിക്ക് അറിയാമെന്ന് പറയാണ്. അല്ല എന്നാലും എനിക്ക് മനസ്സിലാത്തൊരു കാര്യമേ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫാത്തിമ എന്ന് പറഞ്ഞേ. പക്ഷേങ്കിൽ അവരുടെ വീട്ടിൽ ഈ റംസാനൊക്കെ നോയമ്പോടെ സമയത്ത് ഫുഡെല്ലാം കൊടുക്കും. അപ്പം ഞങ്ങൾ ദീപാവലി ആഘോഷങ്ങൾക്ക് ഞങ്ങൾ അവർക്ക് ഫുഡ് ഇങ്ങനെ ആഹാരമൊക്കെ വെച്ചിട്ടുണ്ടാക്കി സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്ന. പക്ഷേ അവർ ഈ നോയമ്പിന്റെ സമയത്തൊന്നും വീട്ടിൽ ആഹാരം ഉണ്ടാക്കത്തില്ല. 6 മണി കഴിഞ്ഞിട്ട് അവർ ഫുഡ് കഴിക്കത്തുള്ളൂ. അതിനിപ്പോൾ എന്താ, അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് കുഴപ്പമില്ലെന്ന് പറയാം. എന്നാലും ആ സമയത്തൊന്നും അവർ ആഹാരം ഉണ്ടാക്കില്ലെന്ന് എനിക്ക് തോന്നേ. എനിക്ക് അത്രയും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചു എന്നാ നീ വിശ്വസിക്കണ്ടെന്ന് പറയണം. അവസാനം സച്ചിക്ക് രേവതിയുടെ മുന്നിൽ തൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തേണ്ടതായിട്ട് വന്നു. അത് പിന്നെ ഞാനിത് പുറത്തുനിന്ന് വാങ്ങിച്ച 1500 രൂപ പോയാൽ എന്താ, എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ആഹാരം കഴിച്ചില്ലേന്ന് ചോദിക്കുക. രേവതി പറഞ്ഞു, ഇപ്പം എനിക്ക് മനസ്സിലായി. അല്ല, അച്ഛൻ കഴിക്കാഞ്ഞിട്ടാണോ സച്ചേട്ടൻ ആഹാരം പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നേന്ന് ചോദിക്കാം. അതുകൊണ്ടൊന്നുമല്ല, അന്നെങ്കിൽ പിന്നെ ആര് കഴിക്കാഞ്ഞിട്ടാ? ഇനി അമ്മ കഴിക്കാഞ്ഞിട്ടായിരിക്കില്ലേ? എനിക്കറിയാം, 2 ദിവസമല്ലേ അമ്മ പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും സച്ചേട്ടന ബിരിയാണി വാങ്ങിച്ചോണ്ട് വന്നല്ലേന്ന് ചോദിക്കാം. സച്ചി പറഞ്ഞു, അത് പിന്നെ എനിക്കറിയാം സച്ചേട്ടന്റെ മനസ്സെനിക്ക് നന്നായിട്ടറിയാം. അമ്മേനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അമ്മയെ സ്നേഹിക്കാത്ത മക്കളുണ്ടോ? ആദ്യമായിട്ട് എനിക്ക് ആഹാരം വാഴ്ത്തുന്ന അമ്മയല്ലേ. അപ്പൊ അമ്മയുടെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. അമ്മ ഫുഡ് കഴിക്കാതിരുന്ന എനിക്ക് സങ്കടമാവും. അമ്മയ്ക്ക് എന്നോടുള്ള മനോസ്ഥിതി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് അമ്മയെ അത്രയ്ക്ക് കാര്യമാണെന്ന് പറയണം. പിന്നെ അച്ഛനും ഫുഡ് കഴിച്ചല്ലോ, അതുകൊണ്ടൊക്കെ കൂടിയാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടിയത് ഞാൻ പുണ്യം ചെയ്യണമെന്ന് പറയാം. അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടിയത് എന്നൊക്കെ രേവതിയും പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.